തയ്യാറാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. സാധാരണ മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ചേരുവ കൂടി നമ്മൾ ഈ മുട്ടക്കറിയിൽ ചേർക്കുന്നുണ്ട്. അതാണ് ഈ കറിയെ കൂടുതൽ ടേസ്റ്റിയും ഈസിയുമാക്കി മാറ്റുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ എഗ് മസാലയ്ക്ക് വേണ്ടിയിട്ട് 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഈ മുട്ടയൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ബോയിൽ ചെയ്ത മുട്ട വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വെളുത്ത കളറിലിരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്ത് ഇട്ടാൽ മതി. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഫ്രൈ ആയിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, ഒരു 2-3 അല്ലി തക്കോലം. ഒരു തക്കോലം ഫുള്ളായിട്ട് ചേർക്കുന്നില്ല, ഇത്രയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഗരം മസാല പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മസാല റെഡിയായിട്ട് വരുമ്പോൾ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് സവാള കൂടി ചേർക്കുകയാണേ. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ 5 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ ഇത്രയും സവാളയും തക്കാളിയും ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ കറി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് അളവിൽ സവാളയും തക്കാളിയൊക്കെ ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി. സാധാരണയായിട്ട് നമ്മൾ എഗ് മസാല തയ്യാറാക്കുമ്പോൾ ഈ ഒനിയൻ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം വഴറ്റാറുണ്ട്. അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കും. അതും അല്ലെങ്കിൽ വഴറ്റിയതിന് ശേഷം ചിലർ മിക്സിയിലൊന്ന് അരച്ചൊക്കെ എടുക്കാറുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പത്തിനൊക്കെ ചേർക്കുന്ന ബേക്കിംഗ് സോഡ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വേഗത്തിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. സവോളയും തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ ഈ സ്പൂൺ കണ്ടോ, ഇത് 1/4 ടീസ്പൂൺ അളവിലുള്ള ഒരു സ്പൂണാണ്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതായത് ഏകദേശം ഒരു 2 പിഞ്ച് അത്ര മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ സോഡാപ്പൊടി നമ്മുടെ തക്കാളി സവോള കൂട്ടിൽ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സോഡാപ്പൊടി ചേർക്കുന്നത് കൊണ്ട് സവോളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഈ കറിയിൽ പ്രത്യേകമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു കുഴഞ്ഞ ഗ്രേവി മതി എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാപ്പാലോ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. ഈ കറിക്ക് തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിനുശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് ഈ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ ഒരു രൂപത്തിൽ വരും. അതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സവോളയൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ നല്ല ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ സമയം വെച്ച് വേവിച്ചാൽ ഇത് കൂടുതലായിട്ട് അങ്ങ് വഴന്നിട്ട് ഗ്രേവി അങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി,
1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി എടുക്കാം. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എഗ് മസാല റെഡി ആയിട്ടുണ്ട്.